ഇന്ത്യൻ നിരത്തുകളിൽ ഒരു കാലത്ത് തരംഗമായിരുന്ന നിസാൻ ടെറാനോ പുതിയ രൂപത്തിലും ഭാവത്തിലും തിരിച്ചെത്തുന്നു. ഇത്തവണ വെറും ഒരു അർബൻ SUV എന്നതിലുപരി കരുത്തനായ ഒരു ഓഫ് റോഡർ ലുക്കിലാണ് ടെറാനോയുടെ വരവ്. നിസാന്റെ വിഖ്യാതമായ പെട്രോൾ SUVയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ ടെറാനോയുടെ രൂപകൽപ്പന. പരന്ന ബോണറ്റ്, V മോഷൻ ഗ്രിൽ, C ആകൃതിയിലുള്ള DRLകൾ എന്നിവ വാഹനത്തിന് പ്രീമിയം ലുക്ക് നൽകുന്നു. മുൻപത്തെ മോഡലിൽ നിന്ന് വ്യത്യസ്തമായി ലാഡർ ഫ്രെയിം ചേസിസിലാണ് ഇത് ഒരുങ്ങുന്നത്. ബോക്സിയ രൂപവും വലിയ വീൽ ആർച്ചുകളും പിന്നിലെ സ്പെയർ വീലും ഇതിനെ ഒരു ഓഫ് റോഡ് വാഹനമാക്കി മാറ്റുന്നു. പ്ലഗ് ഇൻ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയോടെയാണ് പുതിയ പതിപ്പ് എത്തുന്നത്. 2026 ബെയ്ജിംഗ് ഓട്ടോ ഷോയിൽ അവതരിപ്പിച്ച കൺസെപ്റ്റ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ നിർമ്മാണം. റെനോയുമായി സഹകരിച്ച് ചൈനയിലെ പ്ലാന്റിലാണ് ഈ വാഹനം നിർമ്മിക്കുന്നത്. ഇന്ത്യയെ കൂടാതെ അന്താരാഷ്ട്ര വിപണികളിലേക്കും ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യും. നിസാൻ അടുത്തിടെ അവതരിപ്പിച്ച ടെക്ടൺ എന്ന പേര് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വന്നതാണ്. ശില്പി അല്ലെങ്കിൽ വസ്തുശില്പി എന്നാണ് ഇതിനർത്ഥം. അത്യാധുനിക എഞ്ചിനീയറിംഗും ഡിസൈനുമാണ് ഈ പേര് സൂചിപ്പിക്കുന്നത്. നേരത്തെ റെനോ ഡസ്റ്ററിന്റെ റീബാജ്ഡ് പതിപ്പായിരുന്നെങ്കിൽ പുതിയ ടെറാനോ തികച്ചും വ്യത്യസ്തതയും കരുത്തുറ്റതുമായ ഐഡന്റിറ്റിയുമായാണ് എത്തുന്നത്. വരും വർഷങ്ങളിൽ ചൈനീസ് നിർമ്മാതാക്കളായ ഡോങ്ഫെങ്ങുമായി സഹകരിച്ചുള്ള കൂടുതൽ മോഡലുകളും നിസാൻ ഇന്ത്യയിൽ എത്തിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്തൊരു അവധിക്കാലം ആഘോഷിക്കാൻ പോകുമ്പോൾ സ്വന്തമായി ഒരു കാർ എടുത്ത് അവിടുത്തെ റോഡുകളിലൂടെ കറങ്ങാൻ ആഗ്രഹമില്ലാത്തവർ ചുരുക്കമായിരിക്കും. എന്നാൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുക്കാനുള്ള നൂലാമാലകൾ ഓർത്ത് പലരും ഈ മോഹം ഉപേക്ഷിക്കാറാണ് പതിവ്. എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള സാധുവായ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് ലോകത്തിലെ മികച്ച ചില രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ സാധിക്കുമെന്ന് എത്ര പേർക്കറിയാം? വിനോദസഞ്ചാരികൾക്ക് സ്വന്തമായി വാഹനം ഓടിക്കാൻ ഏറ്റവും അനുകൂലമായ നിയമങ്ങളുള്ള രാജ്യമാണ് UK. ഇംഗ്ലീഷിലുള്ള ഒരു ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ രാജ്യത്ത് പ്രവേശിച്ച ദിവസം മുതൽ 12 മാസം വരെ നിങ്ങൾക്ക് അവിടെ വാഹനം ഓടിക്കാൻ സാധിക്കും. ഇന്ത്യയിലേതുപോലെ തന്നെ റോഡിന്റെ ഇടതുവശത്തു കൂടിയാണ് അവിടെയും ഡ്രൈവിംഗ് എന്നതിനാൽ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണ്. അമേരിക്കയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഇന്ത്യൻ ലൈസൻസ് അംഗീകരിക്കുന്നുണ്ടെങ്കിലും റെന്റൽ കമ്പനികൾ പലപ്പോഴും IDP ആവശ്യപ്പെടാറുണ്ട്. അതിനാൽ ഒരു പെർമിറ്റ് മുൻകൂട്ടി എടുക്കുന്നത് യാത്ര സുഗമമാക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി വലതുവശത്തു കൂടിയാണ് അമേരിക്കയിലെ ഡ്രൈവിംഗ്. കാനഡയിലെ ഒന്റാറിയോ, ബ്രിട്ടീഷ് കൊളംബിയ തുടങ്ങിയിടങ്ങളിൽ 60 മുതൽ 90 ദിവസം വരെ ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിക്കാം. ഇവിടെയും വലതുവശത്തു കൂടിയാണ് ഡ്രൈവിംഗ്. മഞ്ഞ് വീഴ്ചയുള്ള സമയങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി വിദേശത്ത് പ്ലാൻ ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ മറക്കണ്ട. ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ ഇന്ത്യൻ ലൈസൻസും കൃത്യമായ രേഖകളും ഉണ്ടെങ്കിൽ ഈ രാജ്യങ്ങളിലെ റോഡുകളിൽ ഇനി നിങ്ങൾക്കും സ്വന്തം.